മിഥൈൽ സാന്തീൻസിന്റെ ഫാർമക്കോളജി നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു ഡ്രഗ്, അതുപോലെ തന്നെ ഏതൊക്കെ ഡ്രഗ്സ് ഈ ക്ലാസ്സിൽ വരുന്നുണ്ട്, വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയാറില്ലേ കഫീൻ എന്താണ്, ഒരു CNS സ്റ്റിമുലന്റ് ആണ് അല്ലെ. ഈ ഒരു സൈറ്റോക്രോം വഴിയാണ് ഇതിന്റെ മെറ്റബോളിസം നടക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കുഞ്ഞിന്റെ അല്ലെ പ്രീമെച്യൂരിറ്റിക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഫസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് ലൈഫ് ആണ് നമ്മളിത് നോർമലി ഈ ഒരു ഡ്രഗ് കൊടുക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു എജിസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമുക്കിന്ന് നമ്മുടെ ഫാർമക് സീരിയല് മിഥൈൽ സാന്തീൻസിന്റെ ഫാർമക്കോളജി നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു ഡ്രഗ്, അതുപോലെ തന്നെ ഏതൊക്കെ ഡ്രഗ്സ് ഈ ക്ലാസ്സിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഫാർമക്കോളജി, മെക്കാനിസം, അതിന്റെ യൂസസ്, അഡ്വേഴ്സ് ഇഫക്ട്സ്, ഇന്ററാക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഏതാ നോക്കുന്ന മിഥൈൽ സാന്തീൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് മിഥൈൽ സാന്തീൻസ് എന്ന് പറയുമ്പോൾ, മിഥൈൽ സാന്തീൻസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു മെത്തൈലേറ്റഡ് സാന്തീൻ ആൽക്കലോയിഡ് ആണ്. എന്താണ് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്, മിഥൈലേറ്റഡ് ആയിട്ടുള്ള ഒരു സാന്തീൻ ആൽക്കലോയിഡ് ആണ്. എന്തൊക്കെ ഇഫക്റ്റ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബ്രോങ്കോ ഡയലേഷൻ, CNS സ്റ്റിമുലേഷൻ, കാർഡിയാക് സ്റ്റിമുലേഷൻ, അതുപോലെ തന്നെ ഒരു മൈൽഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റും പറയുന്നുണ്ട്. നമ്മളിത് മുന്നേ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രോങ്കൈൽ ആസ്മയ്ക്കാണ്, പക്ഷെ കറന്റ്ലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് COPD-ക്കാണ്. അതുകൂടാതെ ഇതൊരു ആഡ് ഓൺ തെറാപ്പി, അതായത് ആഡ് ഓണിനാണ് നമ്മൾ അഡ്ജുവൻ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് സെലക്ട് ചെയ്തിട്ടുള്ള ചില ആസ്മാറ്റിക് പേഷ്യന്റിൽ നമ്മളൊരു ആഡ് ഓൺ തെറാപ്പി ആയിട്ട് നമ്മൾ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഈ ഒരു യൂസ് ഡിക്ലൈൻ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് അതിന്റെ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. അപ്പൊ നമ്മൾ മെയിൻലി ഇവിടെ പറയുന്നത് തിയോഫൈലിൻ ആയിരിക്കും. അപ്പൊ ഇത് മെയിൻലി എന്താണ്, ഒരു നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗ് ആണ്. അതുകൂടാതെ അഡ്വേഴ്സ് ഇഫക്ട്സും അതുപോലെ ഡ്രഗ് ഇന്ററാക്ഷൻസും വരുന്നത് കൊണ്ടാണ് ഇതിന്റെ ആ ഒരു എന്താണ് യൂസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നത്. നമുക്ക് മെയിൻലി ഏതൊക്കെ ഡ്രഗ്സ് ആണ് ഈ മിഥൈൽ സാന്തീൻസിനകത്ത് വരുന്നത്? തിയോഫൈലിൻ ഉണ്ട്, അമിനോഫൈലിൻ ഉണ്ട്. അത് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള തിയോഫൈലിനെയാണ് നമ്മൾ അമിനോഫൈലിൻ എന്ന് പറയുന്നത്. പിന്നെ എറ്റോഫൈലിൻ ഉണ്ട്, ഡോക്സോഫൈലിൻ ഉണ്ട്, പിന്നെ കഫീൻ, തിയോബ്രോമിൻ നമ്മൾ അങ്ങനെ ഒരു തെറാപ്യൂട്ടിക് യൂസ് പറയുന്നില്ല. പിന്നെ ഇത് നമ്മുടെ നാച്ചുറൽ സോഴ്സസും അതിന്റെ ആൽക്കലോയിഡും ആണ് പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത്. അതായത് ടീന്ന് നമുക്ക് എന്ത് കിട്ടും? കഫീൻ, അതുപോലെ തിയോഫൈലിൻ കിട്ടും. പിന്നെ നമ്മുടെ കോഫിയിൽ നിന്ന് കഫീൻ, അതുപോലെ തന്നെ കൊക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റിൽ നിന്ന് തിയോബ്രോമിൻ, പിന്നെ കോള ഡ്രിങ്ക്സിൽ നിന്ന് കഫീൻ. ഇങ്ങനെയാണ് ആ ആൽക്കലോയിഡ്സ് നമുക്ക് കിട്ടുന്നത്. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സോഴ്സസ്. അതുകൊണ്ടാണ് ഈ ഒരു സോഴ്സും ആൽക്കലോയിഡും ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് മിഥൈൽ സാന്തീൻസിന്റെ മെക്കാനിസം നോക്കാം. എങ്ങനെയാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത്? തിയോഫൈലിൻ ആണ്. ഇതൊരു വീക്ക് നോൺ സെലക്റ്റീവ് PDE ഇൻഹിബിറ്റർ, ദാറ്റ് ഇസ് ഫോസ്ഫോ ഡയസ്ട്രേസ് ഇൻഹിബിറ്റർ ആണ്. എന്താണ്? ഇതൊരു ഫോസ്ഫോ ഡയസ്ട്രേസ് ഇൻഹിബിറ്റർ ആണ്. അപ്പൊ എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും? ഫോസ്ഫോ ഡയസ്ട്രേസ് എൻസൈം ഇല്ലേ, ഫോസ്ഫോ ഡയസ്ട്രേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു? ദാറ്റ് വിൽ ഇൻക്രീസ് സൈക്ലിക് AMP. എന്ത് ചെയ്യുന്നു? സൈക്ലിക് AMPനെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ ഇഫക്റ്റ് കൊണ്ടുവരും? ബ്രോങ്കോ ഡയലേഷൻ, കാർഡിയാക് സ്റ്റിമുലേഷൻ, വാസോ ഡയലേഷൻ, അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ റിലീസ് അല്ലെ, ആ ഒരു ഇൻഫ്ലമേഷനും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു സൈക്ലിക് AMP കുറയുമ്പോൾ എന്തൊക്കെയാണ്? ബ്രോങ്കോ ഡയലേഷൻ, കാർഡിയാക് സ്റ്റിമുലേഷൻ, വാസോ ഡയലേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിന്റെ റിലീസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ വേറെ രണ്ട് മെക്കാനിസം പറയുന്നുണ്ട്. സെക്കൻഡ് വൺ ഇസ് അഡിനോസിൻ റിസപ്റ്റർ ബ്ലോക്കേഡ്. എന്താണ്? അഡിനോസിൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതായത് നോർമലി അഡിനോസിൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നോർമലി അഡിനോസിൻ വരുമ്പോൾ ബ്രോങ്കോ കൺസ്ട്രക്ഷനും കാർഡിയാക് അതുപോലെ തന്നെ CNS ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ തിയോഫൈലിൻ വന്നിട്ട് അഡിനോസിൻ റിസപ്റ്ററിനെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ഇഫക്ട് ഇല്ലേ, തിയോഫൈലിൻ വന്നിട്ട് ഈ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രോങ്കോ ഡയലേഷൻ വരുന്നു, കാർഡിയാക് അതുപോലെ തന്നെ CNS സ്റ്റിമുലേഷൻ വരുന്നു അല്ലെ. കാരണം അഡിനോസിൻ നോർമലി കോസ് ചെയ്യുന്നതിന് ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്താണ്? അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഇഫക്ട് നമുക്ക് തരുന്നു. അതുകൂടാതെ തന്നെ എന്താണ്? കാൽഷ്യം റിലീസിനെ ഇൻക്രീസ് ചെയ്യുന്നു ഇല്ലേ, കാൽഷ്യം റിലീസിനെ ഇൻക്രീസ് ചെയ്യുന്നു സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലത്തില്. അപ്പൊ എന്താ ചെയ്യുക? ദാറ്റ് വിൽ റിലീസ് കാൽഷ്യം ഫ്രം ദി സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലം. സാർക്കോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്ന് എന്ത് ചെയ്യും? കാൽഷ്യത്തിനെ റിലീസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻക്രീസ്ഡ് കാർഡിയാക് സ്കെലറ്റൽ മസിൽ കൺട്രാക്ഷൻ. കാരണം എന്താണ്? ഇവിടെ കാൽഷ്യം റിലീസ് നടക്കുന്നതുകൊണ്ട് അവിടെ കാർഡിയാക് അല്ലെങ്കിൽ സ്കെലറ്റൽ മസിൽ കൺട്രാക്ഷൻ. അപ്പം ഓവറോൾ ഇഫക്റ്റ് എന്തൊക്കെ പറയുന്നുണ്ട് ഇവിടെ? മെയിൻലി നമ്മൾ ബ്രോങ്കോ ഡയലേഷൻ ഇവിടെ പറഞ്ഞു, കാർഡിയാക് സ്റ്റിമുലേഷൻ പറഞ്ഞു, വാസോ ഡയലേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ കണ്ടു ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റും പറഞ്ഞു. ഇത്രയാണ് മെയിൻലി ഈ മിഥൈൽ സാന്തീൻസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനകത്ത് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്ത പറയുന്ന ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആണ്. അതായത് ഈ മീഥൈൽ സാന്തീൻസിൽ കാണിക്കുന്ന ഓരോ ഓർഗൻസിലും കാണിക്കുന്ന ഡിഫറെന്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ CNS ആണ്. CNSൽ എന്താണ്? സ്റ്റിമുലേറ്റ് ഹയർ സെന്റേഴ്സ് അല്ലെ, ഒരു ഹയർ സെന്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഓൾട്ടർനെസ്, കോൺഷ്യസ്നെസ് ഒക്കെ കൂടുന്നു. ആ ഒരു ഫെറ്റീഗ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ഒരു മെന്റൽ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യും. അതേ സമയത്ത് ഹൈ ഡോസ് ഉള്ളിൽ പോയാൽ എന്താ സംഭവിക്കുക? നെർവസ്നെസ്, റെസ്റ്റ്ലെസ്നെസ്, ഇൻസോംനിയ, ട്രെമേഴ്സ്, കൺവൾഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയാറില്ലേ കഫീൻ എന്താണ്? ഒരു CNS സ്റ്റിമുലന്റ് ആണ് അല്ലെ. അതേ സമയത്ത് തിയോഫിലിൻ എന്താണ്? അവിടെ മോർ ടോക്സിക് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ്? കഫീൻ ഈസ് എ CNS സ്റ്റിമുലന്റ് അല്ലെ. തിയോഫിലിൻ ആണെങ്കിലും അവിടെ ടോക്സിക് ആയിട്ടാണ് പറയുന്നത്. അടുത്ത റെസ്പിറേറ്ററി അല്ലെ. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആക്ഷൻ ഏതാണ്? ബ്രോങ്കോ ഡയലേഷൻ അല്ലെ. അപ്പൊ നമ്മൾ ഡ്രഗ്സ് ഫോർ ആസ്മയിലൊക്കെ പഠിക്കുന്ന ഒരു ക്ലാസ് ആണ് ഏതെന്ന് പറയുന്നത്? മീഥൈൽ സാന്തീൻസ്. അപ്പൊ ഇതെന്താ ചെയ്യാ? ബ്രോങ്കൈൽ സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യുന്നു, എയർ ഫ്ലോ കൂട്ടുന്നു, ആ ഒരു വൈറ്റൽ കപ്പാസിറ്റിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? തിയോഫൈലിൻ ആണ് മോർ പൊട്ടന്റ് ആയിട്ട് പറയുന്നത് കഫീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. നമ്മൾ നേരത്തെ കണ്ടു എന്താണ്? CVS സ്റ്റിമുലേഷൻ അല്ലെ. നമ്മുടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, കാർഡിയക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ ഹാർട്ട് റേറ്റിൽ ഒരു മൈൽഡ് ഇൻക്രീസ് പറയുന്നുണ്ട്. അതുപോലെ കൊറോണറി വെസൽസിനെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നു. അതേ സമയത്ത് ഹൈ ഡോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കാം? നമുക്ക് ടക്കികാർഡിയ അല്ലെ. ടക്കികാർഡിയയും കാർഡിയക് അരിത്മിയാസും വരാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലഡ് വെസൽസിലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? വാസോ ഡയലേഷൻ ആണ്. കഫീൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? കഫീൻ വന്നിട്ട് സെറിബ്രൽ വെസൽസ് അല്ലെ, സെറിബ്രൽ വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും? മൈഗ്രെയിൻ. കണ്ടോ? നമുക്ക് മൈഗ്രെയിന് കഫീൻ കൊടുക്കാൻ പറ്റും. കാരണം എന്താണ്? അത് വന്നിട്ട് സെറിബ്രൽ വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, അത് വിട്ടുപോകരുത്. പെരിഫറൽ എന്താണ്? പെരിഫറൽ വന്നിട്ട് വാസോ ഡയലേഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് കിഡ്നി. കിഡ്നിയിൽ ഒരു മൈൽഡ് ഡയൂറിറ്റിക് ഇഫക്റ്റ് ഉണ്ട്. നമ്മുടെ GFR ഒക്കെ ഇൻക്രീസ് ചെയ്യുമെന്ന്, റീനൽ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇൻക്രീസും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് സ്കെൽട്ടൽ മസിലാണ്. സ്കെൽട്ടൽ മസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? അവിടെ വന്നിട്ട് ആ ഒരു കൺട്രാക്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? സ്റ്റൊമക്കിൽ വന്നിട്ട് ഗ്യാസ്ട്രിക് എന്താണ്? ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് പെപ്സിന്റെ ഒക്കെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കാം? നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ അല്ലെ. നമ്മുടെ ആ ഒരു ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനൊക്കെ കുറയ്ക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു ഹിസ്റ്റമിൻ റിലീസ്, സൈറ്റോകൈൻ റിലീസ്, അതെല്ലാം ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനൊക്കെ കുറയ്ക്കാനും, അതുപോലെ മ്യൂക്കോസിലിയറി ക്ലിയറൻസ്, നമ്മുടെ മ്യൂക്കസിനെയൊക്കെ പുറത്തോട്ട് കളഞ്ഞ് ആ ഒരു ഇവിടെ ക്ലിയറൻസ് ഉണ്ടാക്കാനും ഈ ഒരു മീഥൈൽ സാന്തീൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയാണ് നമ്മുടെ മീഥൈൽ സാന്തീൻസിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഫാർമക്കോ കൈനറ്റിക്. എന്താണ് ഇവിടെ പറയുന്നത്? ADME അല്ലെ. ഓറൽ അബ്സോർപ്ഷൻ എത്ര പറയുന്നുണ്ട്? കംപ്ലീറ്റ് ഓറൽ അബ്സോർപ്ഷൻ പറയുന്നുണ്ട്. ഒരു അപ്രോക്സിമേറ്റ്ലി 50% പ്രോട്ടീൻ ബൈൻഡിങ്. അതുപോലെ തന്നെ മെറ്റബോളിസം. മെറ്റബോളിസം എങ്ങനെയാണ്? സൈറ്റോക്രോം P1A2 ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു സൈറ്റോക്രോം വഴിയാണ് ഇതിന്റെ മെറ്റബോളിസം നടക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഇറ്റ് ഇസ് എ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗ് അല്ലെ. ഇതൊരു നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡോസ് നമ്മുടെ നോർമൽ റേഞ്ചിനേക്കാളും കൂടി എന്ത് സംഭവിക്കും? ടോക്സിസിറ്റി വന്നിട്ട് ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ തെറാപ്യൂട്ടിക് റേഞ്ച് എത്രയാണ് പറയുന്നത്? 5 to 20 microgram/ml ആണ് തെറാപ്യൂട്ടിക് റേഞ്ച് പറയുന്നത്. അപ്പൊ ആ 20ക്ക് മുകളിലോട്ട് പോയാൽ എന്താണ്? അത് ഹൈപ്പോടെൻഷൻ, അതുപോലെ തന്നെ വേഴ്സണിങ് കാർഡിയോവാസ്കുലർ സ്റ്റേറ്റസ്, അതുപോലെ തന്നെ കൺവൾഷൻസ്, അരിത്മിയാസ്, അതുപോലെ ഡെത്ത് വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, ഒരു കുഞ്ഞ് തെറാപ്യൂട്ടിക് റേഞ്ച് ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എക്സ്ക്രീഷൻ യൂറിൻ വഴിയാണ്. പിന്നെ നമ്മുടെ THAF ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓരോ ഏജ് ഗ്രൂപ്പിലും വരുന്ന THAF, അതായത് അഡൽട്ടിൽ നോർമലി 7 to 12 hours ആണ്. കുഞ്ഞുങ്ങളിലാണെങ്കിലോ 3 to 5 hours ആണ്. എൽഡർലിയിൽ കുറച്ചുകൂടെ പ്രൊലോങ്ഡ് ആയിരിക്കും. അവരുടെ ആ ഒരു റീനൽ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ക്ലിയറൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നിയോനീറ്റ്സിൽ എത്രയാണ്? 24 to 36 hours ആണ് അവരുടെ THAF പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡോസിങ് കറക്റ്റ് ചെയ്ത് നോക്കി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ടോക്സിസിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു നോൺ ലീനിയർ കൈനറ്റിക്സ് ആണ്. അപ്പൊ ടോക്സിസിറ്റി റിസ്ക് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് മാത്രമേ ഈ ഒരു ഡ്രഗ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തിയോഫിലിന്റെ തെറാപ്യൂട്ടിക് റേഞ്ച് നമ്മൾ പറഞ്ഞ പോലെ 50 to 20 ആണ്. നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണ്. അതുപോലെ സ്മോൾ ഇൻക്രീസ് ഇൻ പ്ലാസ്മ ലെവൽ തന്നെ എന്ത് സംഭവിക്കും? ഒരു ടോക്സിസിറ്റിയിലോട്ട് പോവാനുള്ള ചാൻസ് കൂടുതലാണ്.
പിന്നെ നമുക്ക് യൂസസ് ഓഫ് മീഥൈൽ സാന്തീൻസ് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻലി എന്താണ് ബ്രോങ്കൈൽ ആസ്മ അല്ലെങ്കിൽ നമ്മൾ COPD-ക്കാണ് കോമൺലി ഈ ഒരു മീഥൈൽ സാന്തീൻസ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ബ്രോങ്കൈൽ ഡ്രഗ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഡ്രഗ് ആണ് മീഥൈൽ സാന്തീൻസ് എന്ന്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു ആക്ഷൻ പോകുന്നത്? ഇൻക്രീസ് ബ്രോങ്കോ ഡയലേഷൻ അല്ലെ, ബ്രോങ്കോ ഡയലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് മീഡിയേറ്റർ റിലീസ് കുറയ്ക്കുന്നു. നമ്മൾ പറഞ്ഞില്ല ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ടെന്ന്, ആ ഒരു ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിന്റെ റിലീസ് ഒക്കെ കുറയ്ക്കുന്നു. അതുപോലെ മ്യൂക്കോസിലറി ക്ലിയറൻസ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് നമ്മുടെ മ്യൂക്കസ് ഒക്കെ ക്ലിയർ ചെയ്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് മ്യൂക്കോസിലറി ക്ലിയറൻസിനെ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോഴും നമ്മുടെ ബ്രീത്തിങ് ബെറ്റർ ആവും. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡ്രൈവ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് നമ്മുടെ നോർമൽ ബ്രീത്തിങ് കൊണ്ടുവരാനായിട്ട് എന്താണ് റെസ്പിറേറ്ററി ഡ്രൈവ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡയഫ്രമാറ്റിക് കൺട്രാക്ടിലിറ്റിയും ഇൻക്രീസ് ചെയ്യും, അതായത് ഡയഫ്രത്തിനൊക്കെ ഒരു നമ്മുടെ ആ ഒരു സ്ട്രെങ്തൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രീത്തിങ് നമുക്ക് നോർമൽ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ബ്രോങ്കൈൽ ആസ്മ അല്ലെങ്കിൽ COPD-യിൽ മീഥൈൽ സാന്തീൻസിന്റെ എഫക്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് മീഡിയേറ്റർ റിലീസിനെ കുറയ്ക്കുന്നു, ബാക്കിയെല്ലാം എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ആസ്മ അല്ലെങ്കിൽ COPD-ന്ന് റിലീഫ് കിട്ടും. അപ്പൊ മെയിൻലി നമ്മൾ ആസ്മയിൽ ഇതൊരു അഡ്ജുവന്റ് കണ്ടോ, ഒരു ആഡ് ഓൺ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് നൊക്ടേണൽ ആസ്മ, അതായത് രാത്രി ഉണ്ടാവുന്ന ആ ഒരു ആസ്മ എപ്പിസോഡിനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആസ്മയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ COPD-യിലാണ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത പറയുന്നത് എന്താണ് അപ്നിയ ഓഫ് പ്രീ മെച്യൂരിറ്റി. ഇതിനും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ എന്താണ് തിയോഫൈലിൻ വന്നിട്ട് ഫ്രീക്വൻസി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് അപ്നിയ, ഒരു ടെമ്പററി ബ്ലോക്കിംഗ് ഇല്ലേ നമ്മുടെ ബ്രീത്തിങ്ങിന്റെ, ആ ഒരു ഇതിന് അതിന്റെ ഫ്രീക്വൻസിയും ഡ്യൂറേഷനും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കുഞ്ഞിന്റെ അല്ലെ പ്രീമെച്യൂരിറ്റിക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഫസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് ലൈഫാണ് നമ്മളിത് നോർമലി ഈ ഒരു ഡ്രഗ് കൊടുക്കുന്നത്. അതുപോലെ തിയോഫൈലിൻ വെച്ച് നോക്കുമ്പോൾ കഫീനും ഒരു ഈക്വൽ എഫിക്കസി അല്ലെങ്കിൽ ഈക്വലി എഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് ആണ് നമ്മൾ പറഞ്ഞു. ഇത് എന്താണ് ഒരു നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗ് ആണ് അല്ലേ. അപ്പോ ഇത് വന്നിട്ട് ഏർലി സയൻസ് എന്ന് പറയുന്നത് നോസിയ, വൊമിറ്റിംഗ്, ഹെഡേക്ക് ഒക്കെയാണ്. അത് സിവിയർ ആകുമ്പോൾ സീഷേഴ്സ് ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അഡ്വേഴ്സ് ഇഫക്ട്സിനകത്ത് പറയുന്നത്. ഇനി അടുത്തയാണ് ഇതിന്റെ ഇന്ററാക്ഷൻ. നമ്മൾ പറഞ്ഞു ഇന്ററാക്ഷനും അഡ്വേഴ്സ് ഇഫക്ട്സും നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഒക്കെ ആയതുകൊണ്ടാണ് ഇതിന്റെ യൂസ് ഇപ്പൊ കുറയുന്നതെന്ന്. അപ്പൊ എന്തൊക്കെ ഇന്ററാക്ഷൻ ആണ് പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ ഇത് മെറ്റബോളൈസ് ചെയ്യുന്നത് സൈറ്റോക്രോം P1A2 എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പം ഈ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ തിയോഫൈലിന്റെ മെറ്റബോളിസം കറക്റ്റ് ആയിട്ട് നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ബോഡിയിൽ ഡ്രഗ് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബോഡിയിൽ ഡ്രഗ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ലെവൽ കൂടുന്നു. ദാറ്റ് വിൽ ലീഡ് ടു ടോക്സിസിറ്റി. അപ്പൊ ഏതൊക്കെ ഡ്രഗ് ആണ് ഈ ഒരു ഇൻഹിബിറ്റേഴ്സിൽ വരുന്നത്? എറിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സാസിൻ, സിമിറ്റിഡിൻ. കണ്ടോ, ഇതെല്ലാം സൈറ്റോക്രോം P1A2 ഇൻഹിബിറ്റേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ മീഥൈൽ സാന്തീൻസ് എസ്പെഷ്യലി തിയോഫൈലിന്റെ ആ ഒരു ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ സൈറ്റോക്രോം P1A2 ഇൻഡ്യൂസേഴ്സ് ഉണ്ട്. ഇൻഡ്യൂസേഴ്സ് എന്താ ചെയ്യുക? ഇതിന്റെ ആക്ഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഒന്ന് ഇൻഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ ലെവല് കുറയുന്നു അല്ലെ, നമ്മുടെ തിയോഫൈലിന്റെ ലെവല് കുറയുന്നു. ഇത് ഏതൊക്കെ ഡ്രഗ് ഇൻഡ്യൂസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? സ്മോക്കിംഗ്, ഫെനറ്റോയിൻ, റിഫാംബസിൻ. ഇത്രയും ഡ്രഗാണ് സൈറ്റോക്രോം P1A2 ഇൻഡ്യൂസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർ വന്നിട്ട് മീഥൈൽ സാന്തീൻസ് എസ്പെഷ്യലി തിയോഫൈലിന്റെ എന്ത് ചെയ്യുന്നു? ലെവലിനെ ഡിക്രീസ് ചെയ്യുന്നു അല്ലെ. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിനകത്ത് കുറച്ച് ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. മീഥൈൽ സാന്തീൻസ് എന്തൊക്കെയാണ്? നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണ്. അതുപോലെ വേരിയബിൾ ആയിട്ടുള്ള ഒരു മെറ്റബോളിസം ആണ് പറയുന്നത്. അതുപോലെ എന്താണ്? ലോവർ എഫിക്കസി. നമ്മൾ β2 അഗോണിസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ആ ഒരു ബ്രോങ്കൈൽ ആസ്മയിലൊക്കെ β2 അഗോണിസ്റ്റിന്റെ എഫിക്കസി വെച്ച് നോക്കുമ്പോൾ മീഥൈൽ സാന്തീൻസ് കുറച്ചുകൂടെ ലെസ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ എന്താണ്? മോണിറ്ററിങ് വേണം ഇല്ലേ. നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ് ആവശ്യമുണ്ട്. അപ്പൊ ഇത്രയുമാണ് എന്തിൽ പറയുന്നത്? മീഥൈൽ സാന്തീൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമിന് ചോദിക്കുവാണെങ്കിൽ എന്താണ് മീഥൈൽ സാന്തീൻസ് എന്ന് എഴുതുക, അതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഡ്രഗ് ഏതാന്ന് എഴുതുക, അതിന്റെ മെക്കാനിസം കണ്ടോ, നമ്മൾ 3 മെക്കാനിസം കണ്ടു. ആ 3 മെക്കാനിസം ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ജസ്റ്റ് ഒന്നോ രണ്ടോ പോയിന്റ് എഴുതി പോവുക. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ പറഞ്ഞത്? അതിന്റെ യൂസസ് അല്ലെ, അതിന്റെ യൂസസും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അഡ്വേഴ്സ് ഇഫക്ട്സും അതുപോലെ തന്നെ ഡ്രഗ് ഇന്ററാക്ഷനും. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പം നമുക്കൊരു മാർക്ക് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതെല്ലാ പോയിന്റും കറക്റ്റ് ആയിട്ട് എക്സാമിന് എഴുതാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു.